യേശുവില്ലാത്ത ജീവിതം സുരക്ഷിതത്വമുള്ള ജീവിതമല്ലെന്ന് പത്രോസിന് മനസ്സിലാക്കിയ ഒരു ഭാഗം, ഒത്തിരി ഭാഗമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. മത്തായിയുടെ സുവിശേഷം 14:28. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് യേശു അടിച്ചു കയറുന്ന തിരയുടെ തലയിൽ ചവിട്ടി അവരുടെ അടുത്ത് നിന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആ പടകിനെ മുക്കുവാൻ, അതിനെ തകർത്ത് കളയുവാൻ, 12 പേരെയും കൊന്നുകളയുവാൻ ആഞ്ഞടിക്കുന്ന കാറ്റിൻ്റെ നടുവിലും ആഞ്ഞടിക്കുന്ന തിരയുടെ മുകളിൽ അതിൻ്റെ മധ്യത്തിൽ യേശു കർത്താവ് കയറി ചെന്ന് നിന്നു. സ്തോത്രം. യേശുവാണ് നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, നീ ആകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. 11 നോക്കിയിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ മനക്കണ്ണ് തുറന്നവൻ ചോദിക്കുകയാണ്, കർത്താവേ, നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇന്ന് എത്ര പേർക്ക് എരിയുന്ന തീയുടെ മധ്യത്തിൽ നിന്നോണ്ട് പറയാൻ പറ്റൂ, നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും ആ പ്രശ്നത്തിന്റെ തലയിൽ ചവിട്ടി നിന്റെ അടുത്തൊരുവൻ നിപ്പുണ്ട്. അത് കാണാനുള്ള ആത്മക്കണ്ണിന്റെ പാൽക്കാലം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ പ്രശ്നം യേശുവിന് അറിഞ്ഞപ്പോഴേ ആ പ്രശ്നത്തിന്റെ മുകളിൽ യേശു കർത്താവ് കയറി നിൽപ്പുണ്ട്. ഇന്ന് വലിയ പ്രതിസന്ധിയോട്ട് വരുന്നവർ കേട്ടോണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്തുവാണെങ്കിലും ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ യേശു നിൽപ്പുണ്ട്. പക്ഷേ അവൻ നിൽക്കുന്നത് കാണാനുള്ള ആത്മീക കണ്ണ് ഇതുവരെയായിട്ട് തുറന്നിട്ടില്ല. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മീക കണ്ണുകളെ തുറക്കുന്ന ഒരു പവർ നിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓഹോ, ഇന്ന് പാൽക്കാലം ഒരു ആത്മ പകർച്ച ഉണ്ടാവട്ടെ. ഇന്ന് പാൽക്കാലം ആത്മ കണ്ണിനെ തുറക്കുന്ന ഒരു പ്രകാശം നിന്റെ കണ്ണിനകത്ത് അടിക്കട്ടെ. ഒരു ശവലിന്റെ മുകളിൽ വെട്ടമടിച്ചപ്പോൾ ശവൽ ഉരുണ്ട് താഴെ വീണു. എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ണു കാണുന്നില്ല. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ കരം വെച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതപ്പന് പോലെ എന്തോന്ന് വീണു. അവന്റെ ആത്മ കണ്ണു തുറന്നപ്പോൾ അവൻ പറഞ്ഞു, യേശു തന്നെയാണ് ദൈവം.